ഹലോ മച്ചന്മാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ മാർക്കോ 22-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആർമാദിച്ച് അടിപൊളിയായിട്ട് തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു. 100 കഴിഞ്ഞ് 110 കഴിഞ്ഞ് 112 കോടിയിലേക്ക് സിനിമ എത്തുകയാണ്. പക്ഷേ ഇവിടെ അവസാനത്തെ ട്രാക്കറും സമ്മതിക്കുന്നു സിനിമ 100 കോടിയിലേക്ക് ഇന്ന് എത്തി എന്നുള്ളത്. അതായത് 99.5 കോടി കഴിഞ്ഞു എന്ന് ഇന്നലെ കൊണ്ട് എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചു. ഇതിനോടകം തന്നെ സിനിമ 110 കോടി എത്തിയ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ കളക്ഷൻ മാത്രമായിട്ട് സ്റ്റഡിയായിട്ട് കഴിഞ്ഞ 4 ദിവസങ്ങളിലും 1.5 കോടിക്ക് മുകളിലായിരുന്നു എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് ട്രാക്കേഴ്സ് മുഖാന്തരം തന്നെ വന്ന അപ്ഡേറ്റുകളുമാണ്. എന്താണെങ്കിലും ഹിന്ദിയിൽ കൊടൂരമായി അടിച്ചു കയറുക തന്നെയാണ് സിനിമ നിൽക്കുന്നത്. 13 കോടിയിലേക്ക് സിനിമ എത്തുകയാണ്. ഹിന്ദിയിലെ 21 ദിവസത്തെ കളക്ഷൻ വരുമ്പോൾ തെലുങ്കിൽ 6 കോടിയിലേക്ക് എത്തുന്നു. 5.5 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. തമിഴിൽ 2 കോടിക്കടുത്ത് എത്തുന്നു. 1.25 കോടിയിലേക്ക് സിനിമ 7 ദിവസം കൊണ്ട് എത്തുകയും ചെയ്തു. അങ്ങനെ അതർ ലാംഗ്വേജിൽ നിന്ന് മാത്രമായി 20 കോടിയിലേക്ക് സിനിമ എത്തുന്നു. അതേപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ 26 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും മികച്ച ഒരു കളക്ഷനോട് കൂടി തന്നെ സിനിമ പോവുകയാണ്. അതായത് 21-ാം ദിവസം മാത്രമാണ് സിനിമയ്ക്ക് ഒരു ഡൗൺ നമുക്ക് കാണാൻ കഴിയുന്നത്. അതും 1 കോടിയാണ് നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻ. അതിന് തൊട്ട് മുമ്പുള്ള ദിവസം, അതായത് 20 ദിവസം വരെ നമുക്ക് 1.5 കോടിക്ക് മുകളിലായിരുന്നു. വർക്കിംഗ് ഡേ ആണെന്നറിയാം, എന്നിരുന്നാലും സിനിമയ്ക്ക് മികച്ച രീതിയിൽ തന്നെ പോകുന്നു. ഇന്നലെ മാത്രം കേരളത്തിൽ നിന്ന് വന്നത് ഏകദേശം 35 ലക്ഷം രൂപ മാത്രമാണ്. തമിഴിൽ നിന്ന് വന്നത് 16 ലക്ഷം രൂപ എന്നാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. തെലുങ്കിൽ നിന്നാണ് ഏറ്റവും കുറഞ്ഞ 10 ലക്ഷം രൂപയാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ 28-ഉം 30-ഉം ലക്ഷം രൂപ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഇന്നലെ 10 ലക്ഷം രൂപ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ അവർ ഇന്നലത്തെ കളക്ഷൻ പറയുന്നു 40 ലക്ഷം രൂപ. അങ്ങനെ ആണ് സിനിമയുടെ കാര്യങ്ങൾ പോകുന്നത്, 1 കോടിക്ക് മുകളിൽ. എന്നിരുന്നാലും നമുക്ക് കാണാൻ കഴിയുന്നു പല സ്ഥലങ്ങളിലും സിനിമ റെക്കോർഡ് തൂക്കി തന്നെ മുന്നോട്ട് പോകുന്നു. അതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു തിയേറ്റർ ആഡ് ചെയ്യുന്നു. പല സ്ഥലങ്ങളിൽ സിംഗപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ സിനിമ റിലീസാകുന്നു. അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് അടപടലം സിനിമ ഏറ്റെടുത്തിരിക്കുകയാണ്. വരുന്ന ശനി ഞായർ ദിനങ്ങളിൽ വമ്പൻ തിരക്കായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത്രത്തോളമാണ് നോർത്ത് ഇന്ത്യൻ സപ്പോർട്ട് സിനിമയ്ക്ക് ലഭ്യമാകുന്നത്. സിനിമ ഇതിനോടകം തന്നെ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നു. 1.8 മില്യണും കഴിഞ്ഞ് ടിക്കറ്റ് ബുക്കിംഗ് കുതിച്ചുയരുന്നു ബുക്ക് മൈ ഷോയിലൂടെ മാത്രം. ബുക്ക് മൈ ഷോ മാത്രമല്ല ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ്, മറ്റുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൂടാതെ ജനങ്ങൾ നേരിട്ട് വന്ന് ടിക്കറ്റ് എടുക്കുന്ന കാര്യവുമുണ്ട്. അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അതിഗംഭീരമായിട്ട് തന്നെ തുടരുകയാണ്. ഏകദേശം 22 ദിവസം, അതായത് 1 മാസത്തിനടുത്തേക്ക് എത്തുന്നു. അടുത്ത ആഴ്ചത്തേക്ക് സിനിമ 1 മാസം തികയുകയാണ്. എന്നാണെങ്കിലും അങ്ങനെ അങ്ങ് OTT-യിലേക്ക് ഇറക്കുന്നില്ല. ഇത് തിയേറ്ററിൽ കാണാനുള്ളവർ കണ്ടിട്ട് ഇറക്കാം എന്നുള്ളത് തന്നെയാണ് വരുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത്, ഒരുപാട് വേർഷൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നു സിനിമ ലീക്കായിരിക്കുന്നു എന്നുള്ളത്. ആ ലീക്കായിരിക്കുന്ന വേർഷൻസ് ഒന്നും ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ കാണുന്നു. ഒരു തിയേറ്റർ സ്റ്റഫ് തന്നെയാണ് എന്നുള്ളത് ഉറപ്പിച്ച് തന്നെയാണ് കണ്ടവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ അണിയറ പ്രവർത്തകരും പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, എത്രത്തോളം ലീക്കാക്കി പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും അതൊക്കെ വെറുതെ ആയി പോകും. ഒരിക്കലും സിനിമ കാണാത്തവന്മാർ പോയി കാണും എന്നല്ലാതെ അല്ലാത്തവർ കാണില്ല. അപ്പോൾ ദയവേത് നമ്മളാരും കാണാതിരിക്കുക. കാരണം ഇതൊക്കെ ഒരു തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ് എന്നുള്ള കാര്യം എടുത്ത് പറയും. പിന്നെ വലിയ എഫേർട്ടും എടുക്കുന്നതാണ്. എന്തായാലും സിനിമ കുതിച്ചു വരികയാണ്. നമ്മൾ അടുത്ത 125 കോടി എന്നുള്ള ആ ഒരു അപ്ഡേറ്റിലേക്ക് കാണാൻ കാത്തിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം സബ്സ്ക്രിപ്ഷൻ മറക്കരുത്. ഒരു ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണം. താങ്ക് യു ബ്രോസ്.